സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നേമം. ത്രികോണ പോരാട്ടമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഇവിടെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ നമ്മോടൊപ്പം ചേരുകയാണ്. ത്രികോണ പോരാട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടമാണ് ഇപ്പോൾ UDF-ഉം NDA-യും അത് കഴിഞ്ഞ് LDF-ഉം ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിയമ അസംബ്ലിയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മത്സരം ആരൊക്കെ തമ്മിലാണ്? ഇപ്പോൾ കഴിഞ്ഞൊരു 4 ദിവസമായിട്ടുള്ള സംസാരവും ആളുകളുമായിട്ടുള്ള ട്രെൻഡും പ്രത്യേകിച്ച് ഇന്നലത്തെ സംഭവവാസങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ UDF-ഉം NDA-യും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. LDF വല്ലാതെ ബാക്കിലോട്ട് പോയെന്നാണ് LDF-കാർ തന്നെ പറയുന്നത്. കാരണം ആലോചിച്ച് നോക്കൂ, BJP-ക്ക് ഒരു വിഷയം സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്രയും വലിയ ആരോപണം തെളിവ് സഹിതം വന്നിട്ടും ഒരു പീറക്കടലാസിൽ പോലും പരാതി കൊടുക്കുവാൻ LDF തയ്യാറായില്ല. അപ്പോൾ ജനങ്ങൾക്ക് LDF-ഉം BJP ഒന്നാണെന്ന് മനസ്സിലായി. UDF സ്ക്രൂട്ടനിക്ക് ഈ വിഷയം കൊണ്ടുപോയി പരാതി കൊടുത്തു. അവിടെ സ്ക്രൂട്ടനിക്ക് വന്ന LDF-ൻ്റെ ആളുകളടക്കം ഒരു പേജിൽ പോലും പരാതി കൊടുത്തില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു, അല്ലാതെ ഒരു പരാതി എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ LDF-നെ വിശ്വസിക്കുന്നത്? LDF-ഉം BJP-യും ഒരു കൂട്ടരാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ UDF-ഉം നമുക്കെതിരെ BJP LDF മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഡീലാണ്. ഇപ്പോൾ അത്തരത്തിൽ നേരത്തെ ആദ്യം മുതൽക്ക് ഒരു ഡീലിൻ്റെ ആരോപണം ഉയർന്നു വന്ന മണ്ഡലമാണ് നേമം. മന്ത്രി V ശിവൻകുട്ടി തന്നെ പലതവണ പറഞ്ഞു നേമവും വട്ടിയൂർക്കാവും തമ്മിൽ ഡീലാണെന്ന്. ശരിക്കും നേമത്തൊരു ഡീലുണ്ടോ? ആ ഡീൽ ആരൊക്കെ തമ്മിലാണ്? ഒരു ഭാഗത്ത് UDF-ഉം ജനങ്ങളും തമ്മിലുള്ള ഒരു ഡീൽ, മറുഭാഗത്ത് BJP-യും LDF-ഉം തമ്മിലുള്ള ഡീൽ. അപ്പോൾ അവർ വോട്ട് കച്ചവടം നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ നമ്മൾ തെളിവുകൾ സഹിതം 200 കോടി രൂപയുടെ അസറ്റ്സ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു തുണ്ട് കടലാസിൽ പോലും പരാതി LDF കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു മറുപടി പറയൂ. എന്തുകൊണ്ട് ഇന്നലെ സ്ക്രൂട്ടിനി ഈ പരാതി ഞാൻ പറഞ്ഞിട്ടും UDF പറഞ്ഞിട്ടും തലേ ദിവസം പത്രങ്ങളടക്കം നിങ്ങളുടെ ചാനലടക്കം ഈ വാർത്ത കയറിയിട്ടും 18 മണിക്കൂർ കഴിഞ്ഞ് സ്ക്രൂട്ടനിക്ക് പോയപ്പോൾ എന്തുകൊണ്ട് LDF സ്ക്രൂട്ടനിയിൽ ഈ വിഷയം ഉന്നയിച്ചില്ല? മന്ത്രിക്കും ഭയമാണോ? ഭയമാണ്. BJP ഭയമാണ്. ഭയമാണ്. ചന്ദ്രശേഖരെ കണ്ട് വിറച്ചാണ് മന്ത്രി പോകുന്നത്. മന്ത്രി ഇപ്പോൾ പറയുന്നത് ഉറപ്പായിട്ടും ജയം ത്രികോണ മത്സരത്തിൽ തങ്ങൾക്ക് തന്നെയാവുമെന്നാണ് പറയുന്നത്. അല്ല, ആദ്യം ത്രികോണ മത്സരമാണെന്ന് മന്ത്രി പറഞ്ഞ നല്ല കാര്യം. പണ്ടൊക്കെ കോൺഗ്രസ് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ത്രികോണ മത്സരമായി. ഒരു വശത്ത് കോൺഗ്രസും UDF-ഉം ജനങ്ങളും, മറുവശത്ത് BJP-യും LDF-ഉം. പ്രചരണമൊക്കെ എവിടം വരെ ശക്തിയായി തന്നെ പോകുന്നുണ്ട്? ഉഷാറല്ലേ, സെറ്റല്ലേ? ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങും, എല്ലാ വീടുകളിലും പോവും, ആളുകളെ കാണും, വോട്ട് അഭ്യർത്ഥിക്കും. വളരെ സന്തോഷമായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ വീടുകളിലാണ്, ജനങ്ങളുടെ ഹൃദയത്തിലാണ് വോട്ടുന്നത്. മാക്സിമം നിയമം അസംബ്ലിയിൽ ആളുകളെ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. നമുക്ക് ഈ വലിയ ഫ്ലെക്സ് ബോർഡുകളും അല്ലെങ്കിൽ വലിയ ഹോർഡിങ്ങുകളും അല്ലെങ്കിൽ BJP പോലെ മുക്കിന് 10 ഫ്ലെക്സൊന്നും നമുക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഓടിത്തീർക്കാൻ കഴിയുമോ? ഓടിത്തീർക്കാനുള്ള ആരോഗ്യവും ഓടിത്തീർക്കാനുള്ള മനസ്സും സർവേശ്വരൻ്റെ ഭാഗ്യത്തിൽ എനിക്കുണ്ട്, എൻ്റെ മുന്നണിക്കുണ്ട്. നമ്മൾ ഓടിത്തീർക്കും. ഓടിത്തീരുമ്പോൾ 1-ാം സ്ഥാനത്തെത്തും. അപ്പോൾ അത്തരത്തിൽ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് KS ശബരിനാഥനും സംഘവും. ഓടിത്തീർക്കുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തങ്ങൾ 1-ാം സ്ഥാനം നേടുമെന്ന് അദ്ദേഹം ഉറച്ച് പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.